ആലുവ ഗാരേജിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയും ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് 1 കിലോമീറ്റർ മാറിയും ഏകദേശം 5.5 സെന്റിൽ 2900 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 നില കെട്ടിടമാണ് എന്റെ പുറകിൽ കാണുന്നത്. 2 ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ 3 ബെഡ്റൂം ഫുൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. അണ്ടർഗ്രൗണ്ട് ഒരു ഫ്ലോറും വരുന്നുണ്ട്, മുകളിലേക്കായിട്ട് ഒരു ഫ്ലോറും വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വേണമെങ്കിൽ ഒരു 3 BHK കൂടി നമുക്ക് പണിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ അണ്ടർഗ്രൗണ്ട് വരുന്ന ഫ്ലോർ. നമുക്ക് 2 ഫ്ലോറും കൂടി ആയിട്ട് നമുക്ക് ടോട്ടൽ റെന്റ് മാസം കിട്ടിക്കൊണ്ടിരുന്നത് 32,000 രൂപയാണ്. അപ്പോൾ ഇത് നമ്മുടെ താഴത്ത് വരുന്ന 3 BHK ആണ് ഈ കാണുന്നത്. വിശാലമായ ഒരു ഹോള്, അതുപോലെ തന്നെ നമുക്ക് ഹോളിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ടൈപ്പ് കിച്ചൺ വരുന്നുണ്ട്. താഴെ നമുക്ക് 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. നമുക്കൊരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ചേർന്ന് ഒറ്റൊരു ഹോളായിട്ട് വലിയ ഹോളായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്, ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്, ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയാണ് വരുന്നത്. നമ്മുടെ ഈ ഹോളിനോട് ചേർന്ന് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് വാഷ് ബേസിന്റെ യൂണിറ്റ് വരുന്നത്. ഇതാണ് താഴെ വരുന്ന 3ാമത്തെ ബെഡ്റൂം, ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ സൈഡിൽ സ്റ്റെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് കൂടെ കറങ്ങിയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന് അലോട്ട് ചെയ്തിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ. നമുക്ക് ഇവിടുന്ന് നേരെ സ്റ്റെയർ കയറിയാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് വിശാലമായൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ആ പോർഷനിലായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഒരു ക്ലോസ്ഡ് കിച്ചണാണ് വരുന്നത്. കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇവിടെ വരുന്നുണ്ട്. വർക്ക് ഏരിയയുടെ ഈ പോർഷനിലായിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു വർക്ക് സ്പേസ് നമുക്കിവിടെ പുറത്ത് കിട്ടുന്നു. ആ സൈഡിലായിട്ട് ഒരു അലക്കല്ലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തുണിയൊക്കെ ഇവിടെ വാഷ് ചെയ്യാവുന്നതാണ്. ഈ പോർഷനിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം, എല്ലാം അറ്റാച്ച് ബാത്റൂമോടുകൂടിയാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ്, ഇവിടെയും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇത് നമ്മുടെ തേർഡ് ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റൂഫ് സ്പേസ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോർ വരുന്നത്. നമുക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാവുന്ന രീതിയിൽ പില്ലറുകൾ കൊണ്ടുവന്ന് ഈ ഹൈറ്റിൽ ഫിനിഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമുക്ക് 3ാമത്തെ നിലയും പണിയാനുള്ള പ്രൊവിഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഓൾറെഡി ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോറും കൂടി പണിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോറും വാടക കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ ഒരു 3 ബെഡ്റൂം ഇവിടെയും നമുക്ക് ലഭിക്കും. ഇനിയിപ്പോൾ ഈ ഏരിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഹോസ്റ്റൽ തുടങ്ങാൻ പറ്റിയൊരു ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ 3 ഫാമിലിക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വാടക കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. കുടിവെള്ളത്തിനായിട്ട് നമുക്ക് ഇവിടെ വാട്ടർ കണക്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വാട്ടർ കണക്ഷനിൽ നല്ല ഫുൾ ടൈം വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ബിൽഡിങ്ങിന് ഓണർ ചോദിക്കുന്ന വില 95 lakhs ആണ്, അതും നെഗോഷ്യബിൾ ആണ്. മാസം വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്സ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത്. 2, 3 ഈ ഒരു ഫ്ലോറും കൂടി ഫിനിഷ് ചെയ്യണമെങ്കിൽ 3 ഫാമിലിക്ക് താമസിക്കാൻ പറ്റും. 3 ഫാമിലി താമസിക്കണമെങ്കിൽ ഏകദേശം മാസം നമുക്കൊരു 50,000 രൂപയോളം മാസം നമുക്ക് വരുമാനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ ബിൽഡിംഗ് വിസിറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളുമായി ബന്ധപ്പെടുക.